ലക്ഷ്മിയുടെ കുറച്ച് ഫേക്ക് പ്രേയേഴ്സ് ഉണ്ട്, പഴയത്. അതായത് ഫേക്ക് പ്രേയേഴ്സ് എന്ന് നമ്മൾ പറയും. പ്രേയേഴ്സാണ്, ഫേക്കാണ്. കാര്യം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വിശ്വാസത്തിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് വരുമ്പോൾ വിശ്വാസത്തിന് അതിനെ എല്ലാം ആ വിശ്വാസത്തെ നീതീകരിക്കുന്ന പ്രവൃത്തികളുണ്ടാകണം. ആ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ ആധാർ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ലോഡ്ജിൽ പോലും കയറി താമസിക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരനാണെന്ന് പോലെ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്, വിളിച്ച് ചോദിക്കാനൊക്കെ പറ്റും. ആരെ വിളിച്ച് ചോദിക്കാം, പോയി പണി നോക്കാൻ പറയും. നാട്ടിലുള്ള ലോഡ്ജിൽ പോലും കയറാൻ പറ്റത്തില്ല ഈ ആധാർ കാർഡ് ഇല്ലെങ്കിൽ. അതെല്ലാം രേഖകൾ എപ്പോഴും രേഖകളാണ് എന്ന് പറഞ്ഞാൽ, ഫെയ്ത്ത് കാണിക്കുമ്പോൾ നിൻ്റെ ഫെയ്ത്ത് കാണിക്കുമ്പോൾ നിൻ്റെ ഫെയിൽഡ് ആൻഡ് ഫേക്ക് ഫെയ്ത്താണ് അടിച്ചു വരുന്നത്. ഫെയിൽഡ് ആൻഡ് ഫേക്ക്, പരാജയപ്പെട്ട വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് വലിയ ഏണിങ്സ് ഇല്ലെങ്കിൽ നീ മാറ്റിപ്പിടിക്കും. ഒന്നും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ തന്നെ നീ പ്രാർത്ഥന കുറക്കും. പ്രാർത്ഥന കുറച്ചില്ലേ തന്നെ നിനക്ക് റിട്ടേൺസ് ഇല്ലാത്ത ഒരു പരിപാടിക്ക് നീ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ദൈവമായിട്ടുള്ളത് ഒരു വ്യാപാര ബന്ധം മാത്രമായിരിക്കും, വ്യാപാര വിനിമയം മാത്രമായിരിക്കും. നീ കുറച്ച് സ്വർഗസ്ഥന പിതാവ് എന്ന് പറഞ്ഞു പറയുകയോ കൊന്ത ചെല്ലുന്നു, അതനുസരിച്ച് നിനക്ക് ജോലിയോ വീടോ സൗഖ്യമോ തരുന്നു. ഇങ്ങനെ ഒരു വ്യാപാര വിനിമയമായിരിക്കും. ഈ വ്യാപാര വിനിമയക്കാരെ ദൈവത്തിന് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ല. ഈ ജന്മം കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? വ്യാപാര വിനിമയക്കാരുടെ വിശ്വാസം കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? എപ്പോഴും നിന്നെക്കുറിച്ചിട്ടാണ് പേഴ്സണൽ അസസ്മെൻ്റ് ഉണ്ടാകണം. കാര്യം എപ്പോഴും ദൈവത്തിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. കാര്യം ദൈവത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, ക്രയവിക്രയങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനും ഉണ്ടാകത്തുള്ളൂ എപ്പോഴും ദൈവത്തിന്. അതുപോലെ കട്ടക്ക് ദൈവമായിട്ട് നമുക്ക് കട്ടക്ക് നിൽക്കേണ്ടി വരും. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ഇതുപോലെ നമ്മുടെ കളിയും കട്ടായും കണ്ട ദൈവത്തിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഓരോ മാസം ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ക്യാരി ഓവർ ചെയ്ത് അടുത്ത പേജിലേക്ക് അക്കൗണ്ട് വരുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അതാണ് ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയണത്. ഇപ്പം ലക്ഷ്മിയോട് കുറച്ച് പരിശുദ്ധാത്മാവ് കൂടി നമ്മൾ സഹായിക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പം ലക്ഷ്മിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. കാര്യം അവളിരുന്ന് ജപമാല പഠിച്ചു. അപ്പം അവളെ ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്ക്, ഈ നേരത്തെ പറഞ്ഞ മത്തായി 5:16 ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് ആകർഷിച്ച്. എന്താണ്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതൊരു ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ആ വാക്ക് സ്വാധീനിച്ചത്. വിശേഷവിധിയായി അവരുടെ ഓർഡിനറി ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞ്. ഈ 5:46 അന്ന് മുതൽ അവിടെ ഒരു പണി ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ പത്രം കൊടുക്കുമ്പോൾ ആ പത്രം കൊടുക്കുന്നതിൻ്റെ കൂടെ ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മലയാളത്തിൽ എഴുതി കൈകൊണ്ട് എഴുതിയിട്ട് അതും കൂടി കൊടുക്കും. അതാണ് വിഷയം. ലക്ഷ്മി എങ്ങനെയാണ് ദൈവദൃശ്യനിധിയിലെ സമ്പന്നത നേടിയത്? അതൊരു കോൺസെപ്റ്റാണ്, ബൈബിളിലെ ശക്തമായൊരു കോൺസെപ്റ്റാണ്. ദൈവദൃശ്യനിധിയിൽ സമ്പന്നനാകാതെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ലൂക്ക 12:21. ലൂക്ക 12:21.
ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ഒരു കോൺസെപ്റ്റ് ദൈവം പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്താണത്? ഒരു ചാൻസ് തന്നു നമുക്ക്. എന്ത് ചാൻസാണ്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക. അതാ വിഷയം. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഓഫർ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏത് വിധേനയും നമ്മൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകണം. അപ്പോൾ ഈ മനുഷ്യൻ്റെ മുമ്പിൽ സമ്പന്നനാകണമെങ്കിൽ സ്വർണം, പറമ്പ്, സ്വാധീനം ഒക്കെ മതി. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും വിലപ്പോകത്തില്ല ഈ സാധനം. പിന്നെ നമ്മളെന്താ ചെയ്യണത്? ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകാൻ വേണ്ടിയുള്ള റീഫോർമാറ്റ് ചെയ്യണം, ലൈഫിന് ചെയ്യണത്. ബൈബിൾ എടുത്തിട്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകാൻ. ഇപ്പോൾ ദൈവതിരുസന്നിധി സമ്പന്നനായ വ്യക്തിയാണെങ്കിൽ നമുക്ക് എല്ലാം ഈസിയായി മാറും. കാര്യം നമ്മൾ ഇപ്പം തന്നെ ലക്ഷ്മി കണ്ടില്ലേ? ലക്ഷ്മി എന്താ പറഞ്ഞ? അമ്മേ, എനിക്കെന്ത് സമയമുണ്ടെന്ന് എനിക്ക് കണ്ട് മനസ്സിലാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലേഡി കയറി വന്ന കണ്ടില്ലേ? അമ്മയുടെ ഡ്രസ്സിൽ കയറി വന്നിരിക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചാ എന്ത് സമയമുണ്ടെന്ന്? ചോദിച്ചില്ല. അവരവിടെ കമ്പ്യൂട്ടറായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചും കാണിച്ചു കൊടുത്തു. ഇനി നിനക്ക് 20 മിനിറ്റ്, നിനക്ക് എഴുതാനുള്ള ആൻസർ ചെയ്യാനുള്ള 100 ക്വസ്റ്റ്യൻസ്. അപ്പം തന്നെ അവളുടെ മെറിറ്റ് മുഴുവനും പോയി. എന്താ? 20 മിനിറ്റ് കൊണ്ട് 10 ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം 10 ചോദ്യങ്ങൾ പോലും അവൾക്ക് മനസ്സിലാവണമില്ല. ദാറ്റ് മീൻസ് ദൈവം ഈ മെറിറ്റ് ബ്രേക്ക് ചെയ്യണത് ഭയങ്കര രസമാണ്. അവൾക്കറിയാമായിരുന്നു ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് അവിടെ വരെ ഉപ്പിട്ടിരിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസ പ്രയോഗമാണത്. വിശ്വാസം എക്സ്പ്രഷൻസ് പ്രാർത്ഥനയുണ്ട്. വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവിന് വേണ്ടി ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ പത്രം കൊടുക്കുന്നതിലൂടെയൊക്കെ വരുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. പിന്നെ എന്താണ്? വിശ്വാസ പ്രയോഗം. അപ്പോൾ എന്താ പറയണത്? ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം അകത്ത് കയറ്റത്തില്ല, പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെഞ്ചിൽ അത്രയും കുരിശിട്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. ഈ കാണിക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. നിങ്ങളെ പാരമ്പര്യ ക്രിസ്ത്യൻസ് ഇവിടെ വന്നിട്ട് ഇത് ഇന്നലെ വിശ്വാസത്തിൽ സ്വീകരിച്ച വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ് ദൈവമായിട്ട് ഇത്രയും ഇൻറ്റിമസി ആകണത്. അത് ഭയങ്കര ത്രെട്ടാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പരമവിശ്വാസികൾക്ക് ഇവൻ ഇത്രയും തലകുത്തി മറിഞ്ഞിട്ട് ഇന്ന് വരെയുള്ള ഈ നോമിനലായിട്ടുള്ള ബാർട്ടർ സിസ്റ്റം അനുസരിച്ച് ബാർട്ടർ ഫെയ്ത്താണ് ഉള്ളത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രജാത. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഇത് എൻ്റെ മക്കൾ അശ്വതി, അമൃത. ഞാൻ 2017 എനിക്ക് ഒരു പത്രം കിട്ടുന്നത് ഇവിടുത്തെ. എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാൻ വായിച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എൻ്റെ കഷ്ടതകളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ ആ പത്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2023 ആണ് എൻ്റെ നാത്തൂൻ എന്നോട് ഇങ്ങനെ കൃപാസനം പള്ളിയെപ്പറ്റി പറയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഒക്ടോബർ 23 വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം എൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി 9 ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 15 എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു തരണമെന്ന്. എന്നിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു, കാനായിലെ കല്യാണം പോലെ നടത്തി തരണം, സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നും. അങ്ങനെ അമ്മ ജനുവരി 14 എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. അതും 1 വർഷം മുമ്പ് വന്ന ഒരു ആലോചനയായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു.
അങ്ങനെ വീണ്ടും ആ ബന്ധം തന്നെ അമ്മ അത് കൊണ്ടുവന്നു. അടുത്തുനിന്നാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു മോനെ തന്ന് അനുഗ്രഹിച്ചു. ആ മോൻ ഇപ്പോൾ ദുബായിലാണ്, വരാൻ പറ്റാത്തതുകൊണ്ട് മോളെയും കൂട്ടിയാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ കുവൈറ്റിൽ നിന്ന് ചേട്ടൻ്റെ കൂട്ടുകാരിൽ നിന്ന് 9 ലക്ഷം രൂപ കടവായിട്ട് തന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാനായിലെ കല്യാണം പോലെ അമ്മ അത് നടത്തി തന്നു. പിന്നെ എൻ്റെ മോക്ക് കല്യാണത്തിന് ഒരു സാരി എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു ഗ്രേ കളർ സാരി കിട്ടി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുവിട്ട സാധനത്തിനകത്തൊന്നും ആ സാരി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾ കൊണ്ടുവന്ന സാധനത്തിനകത്ത് എനിക്കൊരു സാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങളെല്ലാ കവറും പൊട്ടിച്ചാണ് തന്നത്, ഒന്നിനകത്തും സാരിയില്ല, അത് പൊട്ടിച്ച കവറാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഗ്രേ കളർ സാരിയാണ് അമ്മേ, അത് അമ്മയുടെ സാരി, മാതാവിൻ്റെ സാരി തന്നെ അമ്മ, എനിക്ക് മാതാവ് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കി, പ്രസൻറ്റേഷൻ തന്നെ ആരും അങ്ങനെ ഒരു സാരി ഇത് എഴുതിയിട്ടില്ല തന്നതായിട്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എൻ്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ അമ്മയോട് സാക്ഷ്യം പറയുന്ന പോലെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറയും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പം, അമ്മേ നീ തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി, നീ ഈ കല്യാണം നടത്തി തന്ന്. അപ്പം എന്നോട് വിളിച്ചു പറയുന്ന പോലെ, നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ലയോ, ഞാനല്ലയോ ആ സാരി തന്നതെന്ന്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മകളും കൂടി ഫെബ്രുവരി 8-ാം തീയതി ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകുമായിരുന്നു. അങ്ങനെ 2 വീലറിലാണ് പോയത്. അപ്പം വണ്ടി ഒരു ശകല സ്പീഡായിരുന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞിട്ട്, മോൾ എന്ന് സ്പീഡ് കുറയ്ക്കുന്നതാണ്, പക്ഷെ അവൾ കുറയ്ക്കുന്നില്ല. അപ്പം ഞാനാണ് രാവിലെ ഞങ്ങൾ പോകുന്നതിന് 6 മണിക്കാണ് പോയത്. 5:30 അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം തൈലം തൊട്ട് കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നോട് ആരോ പറയുന്നുണ്ട്, എടീ നിനക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാലും അവരുടെ കല്യാണം നടക്കും എന്ന് എന്നോട് ആരോ പറയുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മോളോട് പറയും, മോനെ സ്പീഡ് കുറയ്ക്കുമെന്ന്. അവൾ എന്നിട്ട് അങ്ങനെ അവൾ സ്പീഡിൽ ഓടിക്കുന്നതല്ല, അങ്ങനെ സ്പീഡിൽ ഓടിച്ചു. അങ്ങനെ കായംകുളം കഴിഞ്ഞ് മുക്കട എത്തിയപ്പോൾ ഒരു വലിയൊരു ഹമ്പുണ്ടായിരുന്നു, കുഞ്ഞിച്ചിട്ട് സ്പീഡിലായിരുന്നു. ആ വണ്ടി ഹമ്പേ കയറി കുതിച്ച് പൊങ്ങി. അത് ഞാൻ പുറകെ എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ എന്നിട്ട് എനിക്ക് ഭയമൊന്നും വന്നില്ല. മേളിലോട്ട് പോയി തിരിച്ച് താഴെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ നേരെ നിന്നിട്ട് ആ വണ്ടി ഞങ്ങളൊരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് വീണ് എൻ്റെ കൈയുടെ മുട്ടിച്ചിരി ഉരഞ്ഞ്. മോക്കും നോക്കിയപ്പം കാലേ വണ്ടി വീണ് ആ ചിരട്ട ഭാഗം നല്ല നീരായി. അപ്പം ഞാൻ അവിടെ നിന്നോട്ട് വെച്ച്, അമ്മേ നീ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ച ഇതായിരുന്നോ, മോടെ കാലിന് പൊട്ടലുണ്ടല്ലോ, അതല്ലേ ഈ നീര് വന്നത്, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പ്ലാസ്റ്റർ ഇടണമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട്ടൊരു എയർക്രാഫ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ രാവിലെ ഇവിടെ അന്നേരം തന്നെ കൊണ്ടുവന്ന് അപ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ട്. അവർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പൊട്ടലൊന്നുമില്ല, ലിഗമെൻറ്റിന് പ്രശ്നം കാണും, ഞങ്ങൾ പ്ലാസ്റ്റർ ഇടുവാന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്. അപ്പം ഞങ്ങൾ രാവിലെയും വൈകിട്ട് ഞാൻ പ്രാർത്ഥനയും മോളെ ഞാളിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കൊടുക്കുകയും തൈലം തൊട്ട് കുരിശ് വരച്ച്. അപ്പോൾ കുഞ്ഞിന് രാത്രി അതിവേദന, കാല് തൊടാൻ വയ്യ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ പ്ലാസ്റ്റർ കണ്ടിച്ചോളാം, മാതാവ് എന്നോട് പറഞ്ഞ് നിനക്ക് ആവശ്യമില്ലാതെ ഇട്ടേക്കോ, നീ ഇത് കണ്ടിക്ക്. രാത്രി 1:30 ആയപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റർ കളഞ്ഞിട്ട് ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്ലാസ്റ്റർ കണ്ട ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ബാൻഡേജ് ചുറ്റിയാൽ മതി, ഒരു കുഴപ്പവും ഇല്ലെന്ന്. അങ്ങനെ അമ്മ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. അപ്പോൾ ഇളയ കുഞ്ഞിന് 10 മാസം പ്രായമുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നേരം. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വന്ന് നോക്കാം. അങ്ങനെ ഞാനാണ് എന്നും രാവിലെ പോകും, രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. ഞാൻ ചെന്നാണ് ഇളയ കുഞ്ഞിനെ അടുത്തുനിന്ന് മാറ്റി കുളിപ്പിക്കുന്നതും എല്ലാം. ഏറ്റവും കൂടുതൽ ഇടപഴകിയത് ഞാനായിരുന്നു അവരുമായിട്ട്. അപ്പോൾ ആ വീട്ടിലൊരു അമ്മയും അവർക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 9 ദിവസം നിന്നിട്ട് പോയത്. അപ്പോഴെല്ലാം ഞാൻ രാവിലെ പോകുമ്പോൾ ഉപ്പും തേനും കഴിച്ച് തൈലം തൊട്ട് കുരിശ് വരച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് ഈ അസുഖം തരരുത്, നീയാണ് എന്നോട് പറഞ്ഞു വിട്ടത്, എന്നെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ പോയി നോക്കെന്ന്, അതുകൊണ്ട് എനിക്ക് ഈ രോഗം തരരുതെന്ന്. അതുപോലെ അവൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് 2നും അമ്മയ്ക്കും ചിക്കൻ പോക്സ് വന്നു. മരുന്ന് കൊടുത്ത് ഒരു നേരമേ ആ ഡോക്ടറെ ചെന്ന് കണ്ടുള്ളൂ. ആ ഡോക്ടർക്ക് പോലും ചിക്കൻ പോക്സ് വന്നു. അമ്മ എന്നെ അതിൽ നിന്നും അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇനി എൻ്റെ മകൾക്ക് കൊടുക്കുക, അവൾക്ക് കിട്ടിയ അനുഗ്രഹം അവൾ പറയും. എൻ്റെ പേര് അമൃത. ഇത് ഞങ്ങൾ പറയുന്ന 2ാമത്തെ സാക്ഷിയാണ്. എനിക്കാണെങ്കിൽ
ഏനൽ റീജിയനിലാണെങ്കിൽ ചെറുതായിട്ട് ബബിൾസ് പോലെ വരുന്നുണ്ടായിരുന്നു. അത് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം നോർമൽ ഫിസിഷ്യൻ പറഞ്ഞ് ഇത് സർജനെ കാണിക്കണം. അങ്ങനെ ഞാൻ സർജനെ കൊണ്ടുപോയി കാണിച്ചപ്പം പറഞ്ഞു ഇത് ഏനൽ ഫിസ്റ്റുലയാ. ഇപ്പം ഞാൻ തൽക്കാലം ഒരാഴ്ചത്തേക്ക് മരുന്ന് തരാം, പിന്നെ ഈ മരുന്നിൻ്റെ റെസിപ്റ്റ് കൈ വെച്ചോ, എപ്പോൾ വന്നാലും ഈ മരുന്ന് മേടിച്ച് കഴിക്കണം. കറക്റ്റായിട്ട് കഴിച്ചിട്ട് അത് മാറും. പിന്നെ നമുക്ക് അടുത്ത ലീവിന് ലോങ് ലീവ് എടുത്ത് വരുമ്പോൾ സർജറി ചെയ്യാം. സർജറി ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് സർജറിയൊക്കെ പേടിയുള്ളതായതുകൊണ്ട് ഞാനാണെങ്കിൽ അമ്മയോട് എന്നും കരച്ചില്ല. പക്ഷെ ഞാനായിട്ട് മാതാവിനോട് ചോദിക്കത്തില്ല, മാതാവ് ഇത് മാറ്റിത്താ. എനിക്കെന്തോ മാതാവിനെ ഇതിനു മുമ്പേ എനിക്ക് ഒത്തിരി സൗഖ്യങ്ങൾ തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് മാതാവിനെ അറിയാം. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. മാതാവ് സമയത്ത് മാറ്റിത്തരും. പിന്നെ ഇതൊന്നും ഒരു സഹനമല്ലോ, എത്രയോ പേർക്ക് ഇതിലും വലിയ അസുഖങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ അമ്മേൻ്റെ വിഷമം കണ്ടിട്ട് അമ്മ എന്നും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒക്ടോബർ 25 ഇവിടുത്തെ റാലി സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഇനി എനിക്ക് കുറേ പ്രാവശ്യം വന്നു, 3-4 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല. ഈ ഫിസ്റ്റുല ഇപ്പം തന്നെ ഈ റാലിയോട് എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ റാലി സമയത്തുള്ള ഫിസ്റ്റുല പിന്നെ അത് തന്നെ വന്നത് തന്നെ മാറാതെ നിൽക്കുക. റാലി കഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിൽക്കുക അത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാറായി, പീരീഡ്സിന് മുമ്പേ മാറ്റി തരണം, എനിക്ക് വയ്യ, പീരീഡ്സും ഫിസ്റ്റുലയുടെ എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല, തലകറക്കമൊക്കെ വരും വേദന കാരണം, എനിക്ക് ഒട്ടും പറ്റത്തില്ല മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ യേശുവപ്പയുടെ ആണിപ്പഴുതാർന്ന കരങ്ങളാൽ ഈ അബ്നോർമൽ കണക്ഷനാണ് ഫിസ്റ്റുലയെന്ന് പറയുന്നത്, ഈ അബ്നോർമൽ കണക്ഷൻ മാതാവ് അങ്ങ് മാറ്റിയേക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് മാറ്റി. ഇപ്പം 4 മാസമായിട്ട് എനിക്ക് ഫിസ്റ്റുല വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് ഉറച്ച് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ തൈലവും ഉപ്പും എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കോട്ടൻ്റെ അകത്ത് അമ്മ എനിക്ക് കോട്ടൺ മേടിച്ച് തന്നു വിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്നും ഉപ്പ് ഇട്ടിട്ട് വെള്ളവും ചാലിച്ച് എന്നും രാത്രിയിൽ അത് വെച്ചേ കിടക്കത്തുള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് കൂടെയുള്ള പിള്ളേരെല്ലാം സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഞാൻ മാത്രം എനിക്ക് എന്നും വിഷമമായിട്ട് പക്ഷേ എല്ലാവരും ആലോചിക്കും ഞാൻ മാതാവിനെ വിളിക്കുന്നല്ലോ. അപ്പം കാണുന്നവർ വിചാരിക്കും മാതാവിനെ വിളിച്ചിട്ട് അവൾക്ക് ദുഃഖമാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവ് സഹനം തരുന്ന എന്നെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്നുള്ളത്. അമ്മ സർജറി ചെയ്യാം, അത് കരിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഇതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ ഉറച്ചു നിന്നും. എനിക്ക് മരുന്നമ്മ കൊറിയർ അയച്ചു തന്നു, അത് ഞാൻ തുറന്നിട്ട് പോലില്ല കവർ. ഞാൻ അല്ലാതെ തന്നെ അത് മാറ്റി തന്നു. ഞാൻ വിശ്വസിച്ചോണ്ട് മാതാവ് 1 വർഷം സമയം എടുത്തു. പക്ഷെ 1 വർഷം ഞാൻ സഹിച്ചു, ഞാൻ പരാതി പറഞ്ഞില്ല. അത്രയും ജപമാല റാലി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത്. അപ്പം തന്നെ മാതാവ് എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞ മാതാവിൻ്റെ ഇതോടുകൂടി തന്നെ ഞാൻ തുടർ പഠനത്തിന് BSc നഴ്സിംഗ് എടുത്ത് പോയത്. ഇപ്പം ഞാൻ ആലോചിക്കുന്ന മാതാവായിട്ട് തിരഞ്ഞെടുന്ന കോഴ്സ് തന്നെ എനിക്കത്. കാരണം BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒത്തിരി രോഗികളെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. എനിക്ക് അതിനുള്ള അവസരം മാതാവായിട്ട് ഒരുക്കി തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെമസ്റ്റർ എന്നെ നല്ല മാർക്കോട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാക്കി. സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനും ഞാനാണെങ്കിൽ 20 പേർക്ക് തൈലം തൊട്ട് ഓരോ ആൾക്കും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി സമയം എടുത്ത് തന്നെ ഞാൻ പിള്ളേർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ചിലർ പറയും എടി എന്താടി ഇത്രയും സമയം എടുക്കുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് അതിന് പോകണം ഇതിന് പോകണം, ഓരോരോ തിരക്കുകൾ. അവരാരും ഞാൻ മാത്രമേ എൻ്റെ ബാച്ചിൽ ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അവർക്കാർക്കും അപ്പോൾ സമയം മാതാവിന് കൊടുക്കുന്നതിനുള്ള പ്രാധാന്യം അവർക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതുപോലെ അല്ല. എനിക്കറിയാം മാതാവിന് എത്ര സമയം കൊടുത്താലും അതിൻ്റെ ഇരട്ടി മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ എന്ന് അറിയാം. എപ്പോഴും 24 hours മാതാവിന് നമ്മുടെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും മാതാവിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 3 മണിക്ക് എണ്ണിട്ട് ഞങ്ങൾ കൊന്തയിലും. എല്ലാ പിള്ളേരും 20 പേരൊന്നും വരത്തില്ല കൊന്തയെല്ലാം, പക്ഷെ കുറച്ച് പേരെന്നോട് പറയായിരുന്നു രാവിലെ വിളിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. ഞങ്ങളിരുന്ന് 3 മണിക്ക് കൊന്തയൊക്കെ യൂട്യൂബ് നോക്കി ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ പഠിച്ച് അത് ഞാൻ രാവിലെ ചൊല്ലും. പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എന്നും പരീക്ഷയ്ക്ക് പോകത്തുള്ളായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ബുക്ക്ലെറ്റിൽ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ പിള്ളേർക്കും ഞങ്ങളുടെ യൂണിഫോം വരെ മാതാവിൻ്റെ തിരിയുടെ കളറാണ്, പച്ച കളറാണ്. യൂണിഫോമിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് ഞങ്ങളെല്ലാം ഉപ്പിട്ടുകൊണ്ടേ പോകത്തുള്ളൂ. ഉപ്പും കാശ് രൂപയൊക്കെ. ഞാൻ പോകുന്ന കാശ് രൂപമായിട്ട്, അവർക്കാർക്കും കാശ് രൂപ ഇല്ലല്ലോ. അവർക്കെല്ലാം ഞാൻ ലോക്കറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്ക പിള്ളേരുടെ കയ്യിൽ ലോക്കറ്റുണ്ട്. അവർ അതുമായിട്ട് വരും. ഞാൻ ഉപ്പൊക്കെ കൊടുക്കും. എല്ലാം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടൂടെ മാതാവേ ഇനി എക്സാം എഴുതാൻ ഇവിടെ വരേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പോഴും എനിക്ക് ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ എന്നെ ഫസ്റ്റ് ക്ലാസ് നൽകി പാസ്സാക്കി. അമ്മാവതാനും തിരുമാനും ഒരുപാട് നന്ദി.
ഇനിയും കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇതിൽ ചേർന്നങ്ങ് പോകണം. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് വലുത്. അല്ലാണ്ട് എപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ നിന്നാൽ ആ പ്രാർത്ഥനയ്ക്കൊരു വാല്യൂ ഇല്ല. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കതിന് വാല്യൂ ഇല്ലല്ലോ. പിന്നെ എൻ്റെ കാലിനാണെങ്കിൽ നഖം പോയായിരുന്നു, അതിന് വേദന ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണ സമയം നഖം പോയി, വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ ഓരോരോ കാര്യങ്ങൾക്ക് നടന്നപ്പോൾ എൻ്റെ കാലിലും ആ നഖത്തിനിടയ്ക്ക് എല്ലാം മണ്ണ് കയറി. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നഖമൊക്കെ പ്രോപ്പറായിട്ട് കിളിച്ച് വരണേന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ലതായിട്ട് കിളിച്ച് വന്നു. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അകത്ത്, ആ വിരലിൻ്റെ അകത്തൊരു വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, ഇനി ഇൻഫെക്ഷൻ വല്ല ഉള്ളിലോ എന്തെങ്കിലും പൊടിയോ അഴുക്കോ കയറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, വിരൽ മുറിച്ച് കളയേണ്ടി വരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനു നമ്മുടെ കയ്യിലല്ലേ ആയതിരിക്കുന്നത്, ഉപ്പ് തേച്ചാൽ മതി, ഉപ്പ് പെരട്ട് നീ വെള്ളത്തിൽ ചലിച്ചാൽ ഉപ്പ് പൊത്തി വെച്ചു. അപ്പോൾ പിള്ളേരെല്ലാം ചോദിച്ചു, ഉപ്പ് ഉണങ്ങി കഴിയുമ്പോൾ വെള്ള കളറിയിരിക്കും, ഇതെന്തോ കാലയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ പറയും മാതാവിൻ്റെ ഉപ്പാന്ന് എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഉപ്പിട്ട വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്ന പോലും. എനിക്ക് എന്നും ഓരോരോ അസുഖങ്ങളായതുകൊണ്ട് അങ്ങനെ അത് ഒറ്റ ദിവസം വെച്ചോളൂ. ഒരു ഓവർനൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. അത് പൂർണ്ണമായിട്ട് വേദന പിന്നെ എനിക്ക് വന്നിട്ടില്ല. മാതാവ് എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ക്യാൻസർ രോഗികളല്ലാതെ നമ്മുടെ ഫോണിലൊക്കെ ഓരോരോ അസുഖങ്ങൾ, കിഡ്നി ഫെയിലിയർ, അത് ഇത് നമ്മൾ ഓരോന്ന് കാണുന്ന അനുസരിച്ച് അമ്മയെ അയച്ചു കൊടുക്കും പൈസ. അമ്മ എനിക്ക് അയച്ചു തരും, ഞാനും അയച്ചു കൊടുക്കും. ചേച്ചിയാണേലും അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. ഒരുമിച്ച് എന്തെങ്കിലും അയച്ചു കൊടുത്തേക്കും. അമ്മയെ ഇങ്ങനെ കാണുമ്പോൾ അമ്മ എൻ്റെ ഇതിലൂടെ അയച്ചു കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് ചേച്ചിയാണേലും അങ്ങനെ അയച്ചു തരും. ഞങ്ങളങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം മേടിക്കും. അമ്മ മിക്ക മാസവും പത്രം മേടിച്ച് എല്ലാവർക്കും നടന്ന് ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീട്ടിൽ, അറിയാത്തവരുടെ വീട് എന്നാലും അമ്മയ്ക്കൊരു ഭയവും ഇല്ല. ഞാൻ പറയാം അമ്മയെ സൂക്ഷിച്ചു പോണേ, ഇപ്പോഴത്തെ കാലം എങ്ങനെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ. അപ്പോൾ പറയും കുഴപ്പമില്ല മോനെ, മാതാവുണ്ടല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. അമ്മ എല്ലായിടത്തും പോയി 10-20 മിനിറ്റ് ഇരുന്ന് അമ്മ ഞങ്ങളുടെ സാക്ഷിയല്ല എല്ലാ വീട്ടിലും പറയും. പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുത്ത് അപ്പം തന്നെ എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇനിയും കൊണ്ടുവന്ന് തരണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും വിടുന്നത്. അത് കഴിഞ്ഞ് ഞാനാണേലും ബാംഗ്ലൂരായാലും പത്രം ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും, കൂടുതലും മലയാളീസ്, അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവിടുന്ന് ലോക്കറ്റ് മേടിച്ച് കൊടുക്കും. അവർക്കൊക്കെ കാശ് രൂപം വേണമെന്നൊരാഗ്രഹം. പക്ഷേ എനിക്ക് ഫസ്റ്റ് കാശ് രൂപം കിട്ടിയപ്പം മറ്റേ ഗോൾഡ് മെഡൽ കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക്. അതുപോലെ അവർക്കും അതങ്ങനെ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷേ അത് പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമല്ലല്ലോ കാശ് രൂപം. ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ലോക്കറ്റ് ഉപയോഗിക്കാനുള്ള ഇതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുവാണെങ്കിൽ എന്തായാലും കാശ് രൂപം കിട്ടുമെന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് എല്ലാവർക്കും ലോക്കറ്റ് മേടിച്ചു കൊടുക്കും, തേൻ മേടിച്ചു കൊടുക്കും, ഉപ്പ് മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിക്കകത്ത് കൂടുതലും വേറെ ഉള്ള കാര്യങ്ങളെ എഴുതത്തുള്ളൂ, വേറെ ആൾക്കാരുടെ കാര്യങ്ങളെ എഴുതത്തുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ എഴുതാറില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും രോഗം പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങൾ എഴുതുക. അങ്ങനെ അമ്മേനോട് പറയും നിൻ്റെ എഴുത്. ഞാൻ പറയും വേണ്ട അമ്മേ, കുഴപ്പമില്ല, അവരുടെ മാറട്ടെ, നമ്മുടെ മാതാവിനെ അറിയാമല്ലോ. അവരെ ആർക്കും മാതാവിന് പരിചയമില്ലല്ലോ വലുതായിട്ട്, അപ്പം കുഴപ്പമില്ല. നമ്മൾ പറയുമ്പോൾ അവരുടെ മാറി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയും. ഇതൊക്കെയാണ് ഞങ്ങൾ ARL പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങളുടെ ആത്മീയമായ വളർച്ച, ഞങ്ങൾ ദിവസവും ബൈബിൾ വായിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. കൊന്തയല്ല, ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് നോക്കി പഠിച്ച് ഞങ്ങൾ കൊന്തയില്ല, അത് അമ്മയും പഠിച്ച് അങ്ങനെ ഞങ്ങൾ കൊന്ത എത്തിക്കും, എന്നും കൊന്ത എത്തിക്കും. രാവിലെ രാത്രിയിലും കറക്റ്റായിട്ട് പ്രാർത്ഥന ചൊല്ലും. പിന്നെ ധ്യാനം കേൾക്കും, ഞങ്ങൾ എന്നും കേൾക്കും. എന്നുവെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും കേൾക്കും. അമ്മയാണെങ്കിൽ ദിവസം ധ്യാനം കേൾക്കുമെന്ന് തന്നെ പറയാം. കാരണം പഴയ ധ്യാനങ്ങൾ വരെ എടുത്തു വെച്ച് കേൾക്കും. എന്നോട് പറയും യൂട്യൂബിൽ ഓരോന്ന് രാവിലെ തൊട്ട് വെച്ച് അന്നെന്നുള്ളത് പെട്ടെന്ന് കഴിയുമല്ലോ, തീരുമല്ലോ, വരുന്നതനുസരിച്ച് അമ്മ കാണുമോ, പിന്നെ വേറെ കാണാനില്ല. അപ്പോൾ അമ്മ ബാക്ക് അടിച്ച് പണ്ടത്തെ ധ്യാനങ്ങളും പണ്ടത്തെ സാക്ഷ്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് കേൾക്കും. എപ്പോഴും മാതാവിൻ്റെ നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. മാതാവിൻ്റെ ഒരു വീട്ടിൽ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. മാതാവ് കൂടെ ഉള്ള പോലെ നമുക്ക് ഒരു വിശ്വാസം എപ്പോഴും. ഇനി ഞാനാണേലും പഠനത്തിൽ നോട്ട് മൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മമാതാവിനും തിരുകുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവിനും തിരുകുമാരനും 1 കോടി നന്ദി. ഇനി എൻ്റെ ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി, ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തിനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അനറ്റ് ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരാക്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ സ്മിത ജോയ്, ഇതെൻ്റെ അനീത്തി അനാമിയ ജോയ്. 2.5 വർഷമായിട്ട് ഞാനും എൻ്റെ അനീത്തിയും ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോവിധ തടസ്സങ്ങളിൽ ഞങ്ങൾക്കത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിലും ഡെയിലി ബ്രെഡിലും ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ലഭിച്ചു.
അതിൽ ഞങ്ങൾ വിശുദ്ധ തൈലവും കാശുരൂപവും പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മോക്ക് ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയണതിനല്ല ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ. പക്ഷേ ഒറിജിനലായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറയണത് അവർക്കും അവർ പറയണത് എനിക്കും മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് ഈ ജനുവരി 19 വിസയ്ക്ക് ഡേറ്റ് എടുത്തു. അപ്പോഴും വിശുദ്ധ തൈലവും കാശുരൂപവും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഓരോ അഡ്രസ്സുകളായിരുന്നു, ഒന്നിലുള്ളതല്ല മറ്റൊന്നിൽ. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും മാതാവിനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ജനുവരി 31 ആയപ്പോഴത്തേനും എൻ്റെ അനിയത്തിക്ക് വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. എനിക്കെപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി കഴിഞ്ഞു, അപ്പോഴും എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്ന എല്ലാവർക്കും വിസ വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ഈശോയോട് കുറേ പരാതി പറഞ്ഞു. എന്നെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് മാത്രം വരാത്ത. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ല എൻ്റെ എല്ലാ അഡ്രസ്സും വ്യത്യാസമാണ്, നീ വിചാരിച്ചാൽ തന്നെ എനിക്കത് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് വന്നില്ല. ഞാനപ്പോൾ എന്നും ഇങ്ങനെ പരാതി പറിച്ചില്ല, എനിക്കതെന്താ വരാത്തതെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പറയണില്ല, എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ ഒരു ദിവസം എനിക്ക് രാത്രിയിൽ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്നു. ഒരു വലിയ മല കയറാനായിട്ട് ഒരുപാട് പേര്, എന്നേക്കാൾ വയസ്സായവരും അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ കയറുന്നുണ്ട്, എനിക്ക് മാത്രം കയറാൻ പറ്റണില്ല. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കയറാൻ പറ്റാണ്ട്. അപ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉടമ്പടിയിൽ തീക്ഷ്ണമായിട്ട് വരാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഡെയിലി പള്ളിയിൽ പോയി തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് സമയത്ത് ചൊല്ലി തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ധ്യാനം കൂടിയോണ്ടിരിക്കലേ എനിക്ക് മെയിൽ വന്നു, എന്തോ ഒരു ഡോക്യുമെൻ്റ് മിസ്സായി എന്ന് പറഞ്ഞിട്ട്. ഈ ഏപ്രിൽ 1 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പം 31 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. എനിക്കിപ്പോഴും വിസ വന്നിട്ടില്ല. എനിക്ക് വരാത്തതുകൊണ്ട് ഇവളും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഡോക്യുമെൻ്റ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഈ ചൊവ്വാഴ്ച എനിക്ക് മെയിൽ വന്നു. എന്ത് ഡോക്യുമെൻ്റാണെന്ന് അവർ എക്സാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അയക്കേണ്ടതെന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏജൻസിയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു മെയിൽ അവർക്ക് റിപ്ലൈ പോലെ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അയച്ചു. പിറ്റേ ദിവസം എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. ഇന്നലെ എനിക്ക് വിസ വന്നു. അപ്പം എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു 28 എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് സമ്മാനമായിട്ട് മാതാവ് തരാനായിട്ട് ഇരിക്കണേന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ വന്നു. പിന്നെ സാക്ഷ്യത്തിലൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട 7 ആ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കണേ. പിന്നെ എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് കിട്ടിയതൊരു രോഗസൗഖ്യമാണ്. എനിക്ക് എല്ലാ മാസവും കഠിനമായ വയറുവേദനയാണ് വരാറ്. അപ്പോൾ എന്നും ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്താലാണ് എനിക്കതിനൊരു ആശ്വാസം ആവാറുള്ളൂ. അതേ തുടർന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൽ ഗ്രോത്ത് ഉള്ളൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇനിയും ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ആവുമെന്ന് പറഞ്ഞു. ഞാൻ എന്നും ആ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഡോക്ടറെ അടുത്ത് ചോദിച്ചു സിസ്റ്റിന് ഗ്രോത്ത് ഉണ്ടോ പിന്നെയും എന്നും ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏത് സിസ്റ്റ്, അങ്ങനെ ഒരു സിസ്റ്റ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫലമായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വെള്ളം കൂടുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തികളായിട്ട് എന്നും ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റണ സഹായം അവരൊക്കെ ചെയ്യാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടീനെ പഠിക്കാൻ പൈസ കൊടുത്ത് സഹായിച്ചു. ഒരു ചേച്ചിക്ക് കല്യാണത്തിന് പൈസയ്ക്ക് തടസ്സം വന്നപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണത് പൈസ കൊടുത്ത് സഹായിച്ചു. ഒരു ചേച്ചിക്ക് വീട് പണിയാൻ പൈസയ്ക്ക് കുറച്ച് തടസ്സം വന്നപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റണ പൈസ ആൾക്കും കൊടുത്ത് സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഡെയിലി ബ്രെഡും ധ്യാനം എന്നും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഡെയിലി ബ്രെഡ് എന്നിടുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ അത് ഇടാറുണ്ട്. പിന്നെ പത്രങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലാണ് കൊണ്ട് കൊടുക്കാറ്. ഞങ്ങൾക്ക് തന്ന ഈ ചെറുതും വലുതുമായി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.
ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളൊരു ദിവസം തൃശ്ശൂർ ടൗണിൽ പള്ളിയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു അമ്മയും മകനും പപ്പടം വിൽക്കുകയായിരുന്നു. അത് ഒരു 2-3 വയസ്സിനിടയിലുള്ളൊരു മകനായിരുന്നു. അപ്പോൾ ആ മകൻ ഇങ്ങനെ വിശന്നിരിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ മകൻ്റെ അടുത്ത്, ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തേലും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പപ്പടം മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ചേച്ചിക്ക് പപ്പടം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് റെൻറ്റ് കൊടുക്കേണ്ട ദിവസമാണ്, റെൻറ്റിന് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ആദ്യമൊക്കെ എനിക്കോ ഇല്ല, അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ കൊടുക്കണേന്ന് കരുതി ഞാനങ്ങനെ വലിയ എമൗണ്ടൊന്നും ആർക്കും കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് റെൻറ്റിനുള്ള പൈസ ഞാൻ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ല. ആർക്കായാലും അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മോളിപ്പോൾ വിസയുടെ കാര്യം പറഞ്ഞു, അത് വളരെ ലാഘവത്തോടു കൂടിയാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഈ 3 വർഷം ഞങ്ങൾ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടാണ് ഇന്നലെ ആ വിസ ഞങ്ങളുടെ കയ്യിൽ പറ്റിയത്. അപ്പം മാതാവിന് ഒത്തിരി കൊടാനുകൂടി നന്ദി പറയുന്നു, അമ്മയ്ക്കും തിരുക്കുമാരനും.